നമസ്കാരം. പീസ് ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ മൻസൂർ അലി സാർ അല്ലേ. നമ്മുടെ മൻസൂർ അലി സാറ് എന്താണ് തോൽവിധി പ്രസിദ്ധീകരിച്ച LGS ഫൈനൽ ടച്ച് എന്ന പങ്ക്തിയിലെ ചോദ്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഓൾറെഡി 2 വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത കൂട്ടുകാർ അത് കാണുക. എന്നിട്ട് ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണണേ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നിർത്തി എന്താണ് 1857 കലാപം അല്ലേ. 1857 കലാപം പൊട്ടിപ്പുറപ്പെട്ടത് 1857 മെയ് 10 ഉത്തർപ്രദേശിലെ മീററ്റിലാണ് നമ്മൾ പറഞ്ഞു. ഈ 1857 കലാപത്തിൽ എവിടെ കേന്ദ്രീകരിച്ചാണ് ബഹദൂർ ഷായുടെ ജനറൽ ഭക്ത് ഖാൻ കലാപം നയിച്ചത്? ഡൽഹിയിലാണ് അല്ലേ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ജനറൽ ഭക്ത് ഖാൻ എവിടെയാണ്? ഡൽഹിയിലാണ് കലാപത്തിന് നേതൃത്വം നൽകിയത്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, കലാപകാരികൾക്കിടയിലെ ഏക പുരുഷനായിരുന്ന വനിത എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ഹ്യൂഗ്രോസ് ആണ് കേട്ടോ. ഹ്യൂഗ്രോസ്. അപ്പം കലാപകാരികൾക്കിടയിലെ ഏക പുരുഷനായിരുന്ന വനിത എന്ന് വിശേഷിക്കപ്പെട്ടത് ആരാണ്? ഝാൻസി റാണിയാണ്. ഝാൻസി റാണി ഇങ്ങനെ പറഞ്ഞതാരാണ്? അത് ഹ്യൂഗ്രോസ് ആണ്. ഹ്യൂഗ്രോസ്. ഇനി 1857 മഹത്തായ കലാപത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് VD സവർക്കർ ആണ്. ആരാണ്? VD സവർക്കർ. 1857 കലാപത്തെ, മഹത്തായ കലാപത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചതാരാണ്? അത് VD സവർക്കർ ആണ് അല്ലേ. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചതാരെയാണ്? അത് ഝാൻസി റാണിയെ. ആരെയാണ്? ഝാൻസി റാണിയെ. PSC ചോദിച്ച് ഇങ്ങനെയായിരുന്നു, ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചതാരാണ്? അത് ജവഹർലാൽ നെഹ്റു. ഓക്കെ അല്ലേടാ. ഇനി ഈ 1857 കലാപത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്ന വ്യക്തി നാനാ സാഹിബാണ് കേട്ടോ. 1857 കലാപത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്ന ആരാണ്? നാനാ സാഹിബ്. അപ്പം 1857 കലാപത്തിൽ ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ജനറൽ ഭക്ത് ഖാനാണ്. കലാപകാരികൾക്കിടയിലെ ഏക പുരുഷനായിരുന്ന വനിത എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ഹ്യൂഗ്രോസ് ആണ്. 1857 മഹത്തായ കലാപത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് VD സവർക്കർ. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. 1857 കലാപത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്ന നാനാ സാഹിബ്. ഈ നാനാ സാഹിബിന്റെ സൈനിക ഉപദേഷ്ടാവും കമാൻഡർ ഇൻ ചീഫുമായിരുന്ന വ്യക്തിയാണ് താന്തിയ തോപ്പി. എന്താണ്? താന്തിയ തോപ്പി. നാനാ സാഹിബിലിട 1857 കലാപത്തിന്റെ ബുദ്ധി കേന്ദ്രമായ നാനാ സാഹിബിന്റെ സൈനിക ഉപദേഷ്ടാവും കമാൻഡർ ഇൻ ചീഫുമായിരുന്നു ആര്? താന്തിയ തോപ്പി. ഈ താന്തിയ തോപ്പിയുടെ യഥാർത്ഥ പേരാണ് രാമചന്ദ്ര പാണ്ഡുരംഗ്. ഇതാണ് രാമചന്ദ്ര പാണ്ഡുരംഗ്. താന്തിയ തോപ്പിയുടെ യഥാർത്ഥ പേരാണ് രാമചന്ദ്ര പാണ്ഡുരംഗ്. 1858 നടന്ന പോരാട്ടങ്ങളിൽ ഝാൻസി റാണിയെയും താന്തിയ തോപ്പിയെയും പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് കമാൻഡറാണ് സർ ഹ്യൂഗ്രോസ്. എന്താണ്? ഹ്യൂഗ്രോസ്. 1858 നടന്ന പോരാട്ടങ്ങളിൽ ആരൊക്കെയാണ്? ഝാൻസി റാണിയെയും താന്തിയ തോപ്പിയുടെയും. എന്താണ്? താന്തിയ തോപ്പി അല്ലെങ്കിൽ താന്തിയ തോപ്പിയുടെ യഥാർത്ഥ പേര് എന്താണ്? രാമചന്ദ്ര പാണ്ഡുരംഗ്. ഝാൻസി റാണിയെയും താന്തിയ തോപ്പിയെയും പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് കമാൻഡറാണ് സർ ഹ്യൂഗ്രോസ്. അപ്പോൾ നമ്മൾ ഹ്യൂഗ്രോസ് ഝാൻസി റാണി എന്താ വിശേഷിപ്പിച്ചത്? കലാപകാരികൾക്കിടയിലെ ഏക പുരുഷനായിരുന്ന വനിത എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ഹ്യൂഗ്രോസ് ആണ്. ഝാൻസി റാണിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് കമാൻഡറാണ് സർ ഹ്യൂഗ്രോസ് അല്ലേ. ഇനി പേഷ്വാ ബാജിറാവു രണ്ടാമൻ്റെ ദത്തുപുത്രനായ സമരസേനാനിയാണ് ഇത് നാനാ സാഹിബ്. PSC ചോദിച്ചതാണ് പേഷ്വാ ബാജിറാവു രണ്ടാമൻ്റെ ദത്തുപുത്രനായ സമരസേനാനിയാണ് നാനാ സാഹിബ്. ഈ 1857 കലാപത്തിൽ മണിറാം ദത്ത ഏത് പ്രദേശത്താണ് വിപ്ലവത്തിന് നേതൃത്വം നൽകിയത്? അസമാണ്. അസമിൽ. PSC ഇമ്പോർട്ടൻ്റ് ആണ്. ഏത്? 1857 വിപ്ലവം നടന്ന സ്ഥലവും ആ പ്രദേശത്തെ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തികളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അസമിൽ നേതൃത്വം നൽകിയതാരാണ്? അത് മണിറാം ദത്തയാണ് അല്ലേ. 1857 കലാപത്തിൽ മണിറാം ദത്ത ഏത് പ്രദേശത്താണ് വിപ്ലവത്തിന് നേതൃത്വം നൽകിയത്? അസമേ. ഓക്കെ. ഇനി ഈ 1857 മഹത്തായ കലാപത്തെ കലാപകാലത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് പാൽ മെഴ്സ്റ്റൺ പ്രഭു. ആരാണ്? പാൽ മെഴ്സ്റ്റൺ പ്രഭു. 1857 മഹത്തായ കലാപകാലത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ പറയണം അത് പാൽ മെഴ്സ്റ്റൺ പ്രഭുവാണ്.
ഇനി 1857 സമര സേനാനികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ച വ്യക്തി ബഹദൂർ ഷാ രണ്ടാമൻ. അപ്പം ബഹദൂർ ഷാ രണ്ടാമനെ 1857 സമര സേനാനികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. 1857 ഡൽഹിയിൽ വിപ്ലവം അടിച്ചമർത്തിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഓഫീസർ ജോൺ നിക്കോൾസൺ ആണ്. ആരാണ്? ജോൺ നിക്കോൾസൺ. അപ്പം 1857 സമര സേനാനികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ച വ്യക്തി ബഹദൂർ ഷാ രണ്ടാമനാണല്ലേ. ആ 1857 കലാപത്തിൽ ഡൽഹിയിൽ വിപ്ലവം അടിച്ചമർത്തിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഓഫീസറാണ് ജോൺ നിക്കോൾസൺ. ആരാണ്? ജോൺ നിക്കോൾസൺ അല്ലേ. എങ്കിൽ ഈ ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഓഫീസർ ജോൺ നിക്കോൾസൺ ആണ്. ആരാണ്? ജോൺ നിക്കോൾസൺ. അപ്പം ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്ന ജോൺ നിക്കോൾസൺ ആണ് 1857 ഡൽഹിയിൽ വിപ്ലവം അടിച്ചമർത്തിയത് അല്ലേ. 1858 നവംബർ 1 ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണം വിക്ടോറിയ രാജ്ഞിയുടെ കീഴിലായി എന്ന പ്രഖ്യാപനം കാനിങ് പ്രഭു വായിച്ചത് എവിടെ നടന്ന ദർബാറിലാണ്? അത് അലഹബാദ്. എന്നാണ് 1858 നവംബർ 1 ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണം എന്താണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും വിക്ടോറിയ രാജ്ഞിയുടെ കീഴിലായി എന്ന പ്രഖ്യാപനം കാനിങ് പ്രഭു വായിച്ചത് അലഹബാദിൽ നടന്ന ദർബാറിലാണ്. ഇനി തമിഴ് ദേശഭക്തി ഗാനമായ ഓടി വിളയാട് പാപ്പ എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത് ആരായിരുന്നു? അത് സുബ്രഹ്മണ്യ ഭാരതി. ആരാണ്? സുബ്രഹ്മണ്യ ഭാരതി. തമിഴ് ദേശഭക്തി ഗാനമായ ഓടി വിളയാട് പാപ്പ എന്ന് തുടങ്ങുന്ന ഗാനം ആരംഭിച്ചത് ആരായിരുന്നു? സുബ്രഹ്മണ്യ ഭാരതി. ഓക്കെ അല്ലേ. അപ്പം 1857 കലാപത്തിൽ അസമിൽ നേതൃത്വം നൽകിയത് മണിറാം ദത്ത. 1857 മഹത്തായ കലാപകാലത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പാൽമേഴ്സൺ പ്രഭു. 1857 സമരസേനാനികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത് ബഹദൂർ ഷാ രണ്ടാമനെയാണല്ലേ. 1857 ഡൽഹിയിൽ വിപ്ലവം അടിച്ചമർത്തിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഓഫീസറാണ് ജോൺ നിക്കോൾസൺ. ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെട്ട ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഓഫീസറാണ് ജോൺ നിക്കോൾസൺ. ഇനി 1858 നവംബർ 1 ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണം വിക്ടോറിയ രാജ്ഞിയുടെ കീഴിലായി എന്ന പ്രഖ്യാപനം കാനിങ് പ്രഭു വായിച്ചത് എവിടെ നടന്ന ദർബാറിലാണ്? അത് അലഹബാദ്. എവിടെയാണ്? അലഹബാദ്. ഇനി തമിഴ് ദേശഭക്തി ഗാനമായ ഓടി വിളയാട് പാപ്പ എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത് ആരായിരുന്നു? അത് സുബ്രഹ്മണ്യ ഭാരതി. ആരാണ്? സുബ്രഹ്മണ്യ ഭാരതി. യെസ്. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചാരാണ്? പ്രാർത്ഥനാ സമാജം അത് ആത്മാറാം പാണ്ഡുരംഗാണ് കേട്ടോ. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് പി എസ് ചോദിക്കാറുണ്ട്. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. ബോംബെ കേന്ദ്രമായി 1867 പാണ്ഡുരംഗിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് പ്രാർത്ഥനാ സമാജം. എങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ആര്യ സമാജം സ്ഥാപിച്ചാരാണ്? ദയാനന്ദ സരസ്വതി. ആര്യ സമാജം ദയാനന്ദ സരസ്വതിയാണ് കേട്ടോ. ദയാനന്ദ സരസ്വതി ആര്യ സമാജം. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗാണെങ്കിൽ ആര്യ സമാജം ദയാനന്ദ സരസ്വതി. അതാണ് ദയാനന്ദ സരസ്വതി. ഇനി 10 തത്വങ്ങൾ ഞാൻ വായിക്കാട്ടോ. ബോംബെ ആസ്ഥാനമായി, എവിടെയാണ് ആര്യ സമാജത്തിന്റെ ആസ്ഥാനം? ബോംബെ അല്ലേ. ബോംബെ ആസ്ഥാനമായി 1875 ദയാനന്ദ സരസ്വതി ആരംഭിച്ച പ്രസ്ഥാനമാണ് ആര്യ സമാജം. ഇനി 1875 സ്ഥാപിതമായ ഏത് സംഘടനയുമായാണ് 10 തത്വങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നത്? ആര്യ സമാജം. അപ്പം ആര്യ സമാജവുമായി ബന്ധപ്പെട്ടതാണ് 10 തത്വങ്ങൾ എന്നത്. എന്നാണ് 1875 സ്ഥാപിതമായതാണ് ഏത്? ആര്യ സമാജം അല്ലേ. 1875 ആര്യ സമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഈ 1875 ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച ആര്യ സമാജത്തിന്റെ ഭാഗമാണ്, ആര്യ സമാജവുമായി ബന്ധപ്പെട്ടതാണ് 10 തത്വങ്ങൾ എന്ന് പറയുന്നത്. ഇനി ദേവസമാജം എന്ന സംഘടന സ്ഥാപിച്ചതാരാണ്? അത് ശിവനാരായണൻ അഗ്നിഹോത്രിയാണ് കേട്ടോ. ആരാണ്? ദേവസമാജം ഓർത്തു വെച്ചോ, സ്ഥിരം ചോദ്യമാണ്. ദേവസമാജം സ്ഥാപിച്ചത് ശിവനാരായണൻ അഗ്നിഹോത്രി. ദേവസമാജം എന്ന സംഘടന ആരംഭിച്ചത് ശിവനാരായൺ അഗ്നിഹോത്രി. ലാഹോർ കേന്ദ്രീകരിച്ച് 1887 ദേവസമാജം എന്ന സംഘടന ആരംഭിച്ചത് ആരായിരുന്നു? അത് ശിവനാരായൺ
ശിവനാരായണൻ അഗ്നിഹോത്രി. ഇനി 1894 ന്യൂയോർക്കിൽ വേദാന്ത സൊസൈറ്റി സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദൻ. വേദാന്ത സൊസൈറ്റി സ്ഥാപിച്ചതാരാണ്? വിവേകാനന്ദൻ. വേദാന്ത സൊസൈറ്റി വിവേകാനന്ദൻ. 1894 ന്യൂയോർക്കിൽ വേദാന്ത സൊസൈറ്റി സ്ഥാപിച്ചവരാണ് സ്വാമി വിവേകാനന്ദനാണ് കേട്ടോ. ഇനി 1890 ശ്രീരാമകൃഷ്ണ മിഷൻ ആരംഭിച്ചതും സ്വാമി വിവേകാനന്ദനാണ്. ശ്രീരാമകൃഷ്ണ മിഷൻ എത്രയോ തവണ ചോദിച്ചതാണ്. ശ്രീരാമകൃഷ്ണ മിഷൻ ആരംഭിച്ചത് സ്വാമി വിവേകാനന്ദൻ. വേദാന്ത സൊസൈറ്റി സ്ഥാപിച്ചതും സ്വാമി വിവേകാനന്ദനാണ് അല്ലേ. യെസ്. ഇനി ആന്ധ്രാപ്രദേശിലെ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് ആന്ധ്രാപ്രദേശിലെ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് പുതിയ വെളിച്ചം നൽകിയ ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് വീരേശലിംഗം പന്തലു. ഇങ്ങനെയാണ് ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് വീരേശലിംഗം പന്തലു ആണ് അല്ലേ. ഇനി വിധവകളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായി 1889 ശാരദാസദൻ എന്ന് സ്ഥാപിച്ചതാരാണ്? ശാരദാസദൻ. യെസ്, പണ്ഡിത രമാഭായി. സ്ഥിരം ചോദ്യമാണ്. ശാരദാസദൻ സ്ഥാപിച്ചതാരാണ്? പണ്ഡിത രമാഭായി. യെസ്. ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് വീരേശലിംഗം പന്തലു. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എന്താക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഈ സ്നേഹത്തെ അല്ലെങ്കിൽ ഒരു കമൻറ്റ് രൂപത്തിലോ ഒരു ലൈക്ക് രൂപത്തിലോ പ്രകടിപ്പിക്കുക. ഒരു സ്മൈലോ ഒരു തംസ് അപ്പോ ഒരു ലവ് ചിഹ്നോ എന്തെങ്കിലും നിങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇനി എന്തെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾക്ക് ചൂണ്ടിക്കാട്ടാൻ അവകാശമുണ്ട്. അത്തരത്തിൽ ചൂണ്ടിക്കാട്ടിയാൽ ഇനി വരുന്ന വീഡിയോസുകളിൽ അതിനൊക്കെ പരിഹാരം കണ്ടിട്ട് ഇനി മെച്ചപ്പെട്ട രീതിയിൽ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രയത്നിക്കാം. ഓക്കെ അല്ലേ. അതുപോലെ നമ്മൾ PSC ട്രിക്സിൻ്റെ മറ്റ് വീഡിയോസൊക്കെ കാണുക. നിങ്ങൾക്ക് പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ചെയ്തത് നമ്മുടെ ഈ ചാനൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ചെയ്യുന്നത് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ആ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും മോക്ക് ടെസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതൊക്കെ കാണുക. ഇനി ഹിന്ദു മതത്തിൻ്റെ കാൽവിൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഹിന്ദു മതത്തിൻ്റെ കാൽവിൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് ദയാനന്ദ സരസ്വതി. ആരാണ്? ദയാനന്ദ സരസ്വതി. ഹിന്ദു മതത്തിൻ്റെ കാൽവിൻ എന്നറിയപ്പെടുന്നത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് അല്ലേ. ഇനി ഏത് കലാപത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി ആനന്ദമഠം എന്ന നോവൽ രചിച്ചത്? നമുക്കറിയാം, ആനന്ദമഠം എന്ന നോവൽ രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് അല്ലേ. ഈ ആനന്ദമഠം എന്ന നോവലിലെ പശ്ചാത്തലം എന്താണ്? അത് സന്യാസി കലാപമാണ്. ഇത് എത്രയോ തവണ PSC ചോദിച്ചതാണ്, ഇന്നും ആവർത്തിച്ചു വരുന്നു. ഏതു കലാപത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ആനന്ദമഠം എന്ന നോവൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ചത്? സന്യാസി കലാപം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ ആദ്യമായി പ്രമേയം അവതരിപ്പിച്ചത് ഒരു ദക്ഷിണേന്ത്യക്കാരനായിരുന്നു. ആരായിരുന്നു അദ്ദേഹം? ജി സുബ്രഹ്മണ്യ അയ്യർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ ആദ്യമായി പ്രമേയം അവതരിപ്പിച്ചത് ഒരു ദക്ഷിണേന്ത്യക്കാരനായിരുന്നു. ആ വ്യക്തിയാണ് ജി സുബ്രഹ്മണ്യ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ ആദ്യമായി പ്രമേയം അവതരിപ്പിച്ചത് ഒരു ദക്ഷിണേന്ത്യക്കാരനായിരുന്നു. ആരായിരുന്നു അദ്ദേഹം? ജി സുബ്രഹ്മണ്യ അയ്യർ അല്ലേ. ജി സുബ്രഹ്മണ്യ അയ്യർ ഓർത്തു വെക്കണേ. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തി ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ദാദാഭായ് നവറോജിയാണ്. അപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കോൺഗ്രസ് എന്ന പേര് നൽകിയത് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ് അല്ലേ. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ദാദാഭായ് നവറോജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത്. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ ജനറൽ സെക്രട്ടറി ആയിരുന്ന വ്യക്തിയാണ് A.O. ഹ്യൂം, അലൻ ഒക്ടേവിയൻ ഹ്യൂം എന്ന വ്യക്തി. ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ ജനറൽ സെക്രട്ടറിയാണ് A.O. ഹ്യൂം അല്ലെങ്കിൽ അലൻ ഒക്ടേവിയൻ ഹ്യൂം. ഇനി 1885 എവിടെ നടത്താൻ തീരുമാനിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനമാണ് പ്ലേഗ് രോഗം കാരണം മുംബൈയിലേക്ക് മാറ്റിയത് പൂനെ. അപ്പം 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം പൂനെയിൽ വെച്ച് നടത്താൻ തീരുമാനിക്കുകയും എന്നാൽ പ്ലേഗ് രോഗം കാരണം മുംബൈയിലേക്ക് മാറ്റി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വാർഷിക
വാർഷിക സമ്മേളനം നടന്ന ആദ്യ ദക്ഷിണേന്ത്യൻ നഗരമാണ് മദ്രാസ്. 1857 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വാർഷിക സമ്മേളനം നടന്ന ആദ്യ ദക്ഷിണേന്ത്യൻ നഗരമാണ് മദ്രാസ് അല്ലേ. ഇനി കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ആദ്യ വിദേശിയാണ് ജോർജ് യൂൾ. PSC ചോദ്യമാണ് കേട്ടോ. കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ആദ്യത്തെ വിദേശിയാണ് ആരുടെ? ജോർജ് യൂള്. ഇനി 2 തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ആദ്യ വ്യക്തിയാണ് ഉമേഷ് ചന്ദ്ര ബാനർജി. ആരാണ്? ഉമേഷ് ചന്ദ്ര ബാനർജി. 2 തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ആദ്യ വ്യക്തിയാണ് ഉമേഷ് ചന്ദ്ര ബാനർജി. അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷത വഹിച്ച ആദ്യ വിദേശി ജോർജ് യൂൾ. 2 തവണ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ആദ്യ വ്യക്തിയാണ് ഉമേഷ് ചന്ദ്ര ബാനർജി. ഇനി 1885-ലെയും 1892-ലെയും കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച വ്യക്തിയാണ് ഉമേഷ് ചന്ദ്ര ബാനർജി. അപ്പം നമ്മൾ പറഞ്ഞു 2 തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷത വഹിച്ച ആദ്യ വ്യക്തിയാണ് ഉമേഷ് ചന്ദ്ര ബാനർജി. ഏതൊക്കെ വർഷങ്ങളിലാണ് ഉമേഷ് ചന്ദ്ര ബാനർജി INC അധ്യക്ഷനായത്? 1885-ലും 1892-ലുമാണ്. ഇനി കോൺഗ്രസ് വാർഷിക സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ആദ്യത്തെ മലയാളിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ അല്ലെങ്കിൽ C ശങ്കരൻ നായർ എന്ന് പറയുന്നത്. അപ്പം കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ആദ്യത്തെ മലയാളി ആരെന്ന് ചോദിച്ചാൽ പറയണം, അത് ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഓക്കെ. ഇനി അമരാവതിയിൽ ഏതു വർഷം നടന്ന കോൺഗ്രസ് വാർഷിക സമ്മേളനത്തിലാണ് ചേറ്റൂർ ശങ്കരൻ നായർ അധ്യക്ഷനായത്? 1897 അമരാവതി സമ്മേളനത്തിലെ അമരാവതിയിൽ 1897 അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിലാണ് മലയാളിയായ ചേറ്റൂർ ശങ്കരൻ നായർ INC അധ്യക്ഷനായത്, INC പ്രസിഡന്റായത്. The Game Birds of India, Burma and Ceylon, അലയുന്ന തൂവലുകൾ എന്നീ കൃതികൾ രചിച്ച കോൺഗ്രസ് സ്ഥാപക പ്രസിഡന്റ് നേതാവാണ് A.O. ഹ്യൂം, അലൻ ഒക്ടേവിയൻ ഹ്യൂം. എന്താണ്? The Game Birds of India, Burma and Ceylon, അലയുന്ന തൂവലുകൾ തുടങ്ങിയ കൃതികൾ രചിച്ച കോൺഗ്രസ് സ്ഥാപക നേതാവാണ് A.O. ഹ്യൂം. ആരാണ്? A.O. ഹ്യൂം. നെക്സ്റ്റ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ച ദക്ഷിണേന്ത്യക്കാരനായ ആദ്യത്തെ വ്യക്തിയാണ് G. സുബ്രഹ്മണ്യ അയ്യർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ച ദക്ഷിണേന്ത്യക്കാരനായ ആദ്യത്തെ വ്യക്തിയാണ് G. സുബ്രഹ്മണ്യ അയ്യർ. ഇനി ഒരു ഇന്ത്യക്കാരനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കാൻ കഴിയുമായിരുന്നില്ല എന്ന് അഭിപ്രായപ്പെട്ട കോൺഗ്രസ് നേതാവാണ് ആരാണ്? അത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. അപ്പം ഗോപാലകൃഷ്ണൻ എന്താ പറഞ്ഞത്? ഒരു ഇന്ത്യക്കാരനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കുവാൻ കഴിയുമായിരുന്നില്ല എന്ന് അഭിപ്രായപ്പെട്ട നേതാവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. ഇനി തുടർച്ചയായി 2 വാർഷിക സമ്മേളനങ്ങളിൽ കോൺഗ്രസ് അധ്യക്ഷനായ ആദ്യത്തെ വ്യക്തിയാണ് റാഷ് ബിഹാരി ബോസ്. 1907-ലും 1908-ലും തുടർച്ചയായിട്ടാണ് കേട്ടോ. അത് നമ്മൾ നേരത്തെ പറഞ്ഞത് 2 തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധ്യക്ഷനായ ആദ്യത്തെ വ്യക്തിയാണ് ഉമേഷ് ചന്ദ്ര ബാനർജി. ഇവിടെ നമ്മൾ റാഷ് ബിഹാരി ഘോഷ് എന്താ പറഞ്ഞത്? തുടർച്ചയായി 2 വാർഷിക സമ്മേളനങ്ങളിൽ കോൺഗ്രസ് അധ്യക്ഷനായ ആദ്യത്തെ വ്യക്തിയാണ് റാഷ് ബിഹാരി ഘോഷ്. ഏതൊക്കെ വർഷങ്ങളിലെ അധ്യക്ഷനായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏതൊക്കെ സമ്മേളനങ്ങളിൽ അധ്യക്ഷനായിരുന്നു റാഷ് ബിഹാരി ഘോഷ് എന്ന് പറഞ്ഞാൽ 1907-ലും 1908-ലും. എങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി ബാരിസ്റ്റർ G.P. പിള്ളയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷത വഹിച്ച ആദ്യത്തെ മലയാളിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാറിപ്പോകല്ലേ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളിയാണ് ബാരിസ്റ്റർ G.P. പിള്ള. എങ്കിൽ 2 തവണ കോൺഗ്രസ് അധ്യക്ഷനായ ഏക വിദേശിയാണ് സർ വില്യം വേഡർബേൺ. നമ്മൾ നേരത്തെ പഠിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ആദ്യത്തെ വിദേശി ജോർജ് യൂളാണെന്ന് പഠിച്ചല്ലേ. എങ്കിൽ 2 തവണ കോൺഗ്രസ് അധ്യക്ഷനായ ഏക വിദേശിയാണ് സർ വില്യം വേഡർബേൺ. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ആദ്യത്തെ വനിത ആരാണ്? അത് ആനി ബസന്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ
വാർഷിക സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ആദ്യത്തെ വനിത ആരും ചോദിച്ചാൽ പറയണം, അത് ആനി ബസന്റ്. ഈ ആനി ബസന്റ് അധ്യക്ഷയായ കോൺഗ്രസ് സമ്മേളനം 1917 കൊൽക്കത്ത സമ്മേളനം. അപ്പം ആനി ബസന്റിന്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ആദ്യത്തെ വനിതയാണ് ആനി ബസന്റ്. 1917 കൊൽക്കത്ത സമ്മേളനത്തിലാണ് ആനി ബസന്റ് ആദ്യമായിട്ട് കോൺഗ്രസിന്റെ അധ്യക്ഷ സമ്മേളനം നടന്നത്, അധ്യക്ഷത വഹിച്ചത്. ഇനി സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ നേതാവാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. അപ്പം സ്വാതന്ത്ര്യത്തിന് മുൻപ് ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ നേതാവാണ് ആര്? മൗലാന അബ്ദുൽ കലാം ആസാദ്. നെക്സ്റ്റ്, കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളും വഴിപിരിഞ്ഞ വാർഷിക സമ്മേളനം 1907 സൂററ്റ് സമ്മേളനമാണ്. കോൺഗ്രസ് മിതവാദികളും തീവ്രവാദികൾ എന്നിങ്ങനെ രണ്ടായി പിരിഞ്ഞു അല്ലേ? ഏത് സമ്മേളനമാണ് അത്? 1907 സൂററ്റ് സമ്മേളനം. കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച 1916 ലക്നൗ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് AC മജുംദാർ. അപ്പം നമ്മൾ പറഞ്ഞു 1907 സൂററ്റ് സമ്മേളനത്തിൽ കോൺഗ്രസ് മിതവാദികളിൽ നിന്നും തീവ്രവാദികളിൽ നിന്നും രണ്ടായി പിരിഞ്ഞു. അങ്ങനെ മിതവാദികളും തീവ്രവാദികളും പിരിഞ്ഞു. 1916 ലക്നൗ സമ്മേളനത്തിൽ AC മജുംദാർ അധ്യക്ഷനായ ലക്നൗ സമ്മേളനത്തിൽ 1916 ലക്നൗ സമ്മേളനത്തിൽ മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ചു. 1885 ആദ്യ കോൺഗ്രസ് സമ്മേളനത്തിൽ അംഗീകരിക്കപ്പെട്ട പ്രമേയങ്ങളുടെ എണ്ണം 9 എണ്ണമാണ് കേട്ടോ. 1885 ആദ്യ കോൺഗ്രസ് സമ്മേളനത്തിൽ അംഗീകരിക്കപ്പെട്ട പ്രമേയങ്ങളുടെ എണ്ണം എത്രയാണ്? 9. എങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമാധാനപരമായ അന്ത്യം കുറിക്കുകയാണ് തൻ്റെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് വൈസ്രോയിയാണ് ആര് കൂട്ടുകാരെ? അത് കഴ്സൺ പ്രഭു. ആരാണ്? കഴ്സൺ പ്രഭു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമാധാനപരമായ അന്ത്യം കുറിക്കുകയാണ് തൻ്റെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് വൈസ്രോയിയാണ് കഴ്സൺ പ്രഭു. ഇനി സ്വദേശി മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയ 1905 ബനാറസ് കോൺഗ്രസ് സമ്മേളനത്തിലെ അധ്യക്ഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ. അപ്പം സ്വദേശി മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? അത് 1905 ബനാറസ് കോൺഗ്രസ് സമ്മേളനമാണ്. ഈ 1905 ബനാറസ് കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഓക്കെ, എങ്കിൽ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനങ്ങളെ അവധിക്കാല വിനോദ പരിപാടി എന്ന് പരിഹസിച്ച നേതാവ് ബാലഗംഗാധര തിലക്. ആരാണ്? ബാലഗംഗാധര തിലകാണ്. കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനങ്ങളെ അവധിക്കാല വിനോദ പരിപാടി എന്ന് പരിഹസിച്ച നേതാവ് ബാലഗംഗാധര തിലക്. നെക്സ്റ്റ്, മഹാത്മാഗാന്ധി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനത്തിൽ അദ്ദേഹം ഒരു പ്രമേയം അവതരിപ്പിച്ചു. ഏത് സമ്മേളനത്തിലാണ്? 1901 കൊൽക്കത്ത സമ്മേളനം. എങ്കിൽ നമ്മുടെ മഹാത്മാഗാന്ധി ആദ്യമായി പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം ഏതാണ്? അത് 1901 കൊൽക്കത്ത സമ്മേളനം. 1901 കൊൽക്കത്ത സമ്മേളനമാണ്. ഓക്കെ അല്ലടാ? അപ്പം ഒരു ഇന്ത്യക്കാരനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കാൻ കഴിയുമായിരുന്നില്ല എന്ന് അഭിപ്രായപ്പെട്ട കോൺഗ്രസ് നേതാവ് ഗോപാലകൃഷ്ണ ഗോഖലെ തുടർച്ചയായി 2 വാർഷിക സമ്മേളനങ്ങളിൽ കോൺഗ്രസ് അധ്യക്ഷനായ ആദ്യത്തെ വ്യക്തിയാണ് റാഷ് ബിഹാരി ഘോഷ്. 1907 1908 എങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി ബാരിസ്റ്റർ GP പിള്ള. ചേറ്റൂർ ശങ്കരൻ നായർ എന്താ പറഞ്ഞത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ വഹിച്ച ആദ്യത്തെ മലയാളിയാണ് ആര്? ചേറ്റൂർ ശങ്കരൻ നായർ. ഇപ്പം ബാരിസ്റ്റർ GP പിള്ള എന്താ പറഞ്ഞത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളിയാണ് ബാരിസ്റ്റർ GP പിള്ള. എങ്കിൽ 2 തവണ കോൺഗ്രസ് അധ്യക്ഷനായ ഏക വിദേശിയാണ് സർ വില്യം വേർഡർബൺ അല്ലേ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ആദ്യത്തെ വനിത ആരാണ്? അത് ആനി ബസന്റ്. 1917 കൊൽക്കത്ത സമ്മേളനത്തിലാണ് ആനി ബസന്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷത വഹിച്ചത്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ നേതാവ് മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇനി കോൺഗ്രസ് മിതവാദികളും തീവ്രവാദികളും എന്നിങ്ങനെ രണ്ടായി പിരിഞ്ഞ കോൺഗ്രസ് സമ്മേളനം 1907 സൂററ്റ് സമ്മേളനമാണ്. ഈ തീവ്രവാദികളും മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ചത് 1916 ലക്നൗ സമ്മേളനത്തിലാണ്. ലക്നൗ സമ്മേളനത്തിൽ 1916 ലക്നൗ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ AC മജുംദാർ എന്നും പഠിക്കുക. ഇനി 1785 ആദ്യ കോൺഗ്രസ് സമ്മേളനത്തിൽ
അംഗീകരിക്കപ്പെട്ട പ്രമേയങ്ങളുടെ എണ്ണം എത്രയാണ്? അത് 9. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമാധാനപരമായ അന്ത്യം കുറിക്കുകയാണ് തന്റെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് വൈസ്രോയിയാണ് കഴ്സൺ പ്രഭു. സ്വദേശി മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയ 1905 ബനാറസ് കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനങ്ങളെ അവധിക്കാല വിനോദ പരിപാടി എന്ന് പരിഹസിച്ച നേതാവ് ബാലഗംഗാധര തിലക് മഹാത്മാഗാന്ധി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനത്തിൽ അദ്ദേഹം ഒരു പ്രമേയം അവതരിപ്പിച്ചു. ഏത് സമ്മേളനത്തിലാണ്? 1901 കൊൽക്കത്ത സമ്മേളനം. അത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഇനി ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് വിശേഷിപ്പിച്ച വൈസ്രോയർ ആയിരുന്നു. അത് ഡഫറിൻ പ്രഭു. ആരായിരുന്നു? ഡഫറിൻ പ്രഭു. എന്താ വിശേഷിപ്പിച്ചത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് വിശേഷിപ്പിച്ച വൈസ്രോയറായിരുന്നു ഡഫറിൻ പ്രഭു. ആരാണ്? ഡഫറിൻ പ്രഭു. ഇനി പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന കൃതി രചിച്ചതാരായിരുന്നു? ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ദാദാഭായ് നവറോജിയാണ് കേട്ടോ. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന കൃതി രചിച്ചത് ആരായിരുന്നു? ദാദാഭായ് നവറോജി. ഇനി 1906 ഡിസംബർ 30 ഏത് നഗരത്തിലാണ് മുസ്ലിം ലീഗ് രൂപം കൊണ്ടത്? ധാക്കയിലാണ്. അപ്പം മുസ്ലിം ലീഗ് രൂപം കൊണ്ടത് 1906 ഡിസംബർ 30 ഓർക്കുക. എവിടെ? ധാക്ക. 1906 ഡിസംബർ 30 മുസ്ലിം ലീഗ് രൂപം കൊണ്ടു. ഇനി ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1909 ഏത് പേരിലാണ് കൂടുതൽ പ്രശസ്തമായത്? അത് മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം. അപ്പം മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട്. അപ്പം ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1909 ഏത് പേരിലാണ് കൂടുതൽ പ്രശസ്തമായത്? മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം. ഇനി വിദേശ രാജ്യത്ത് ആദ്യമായി ഇന്ത്യൻ പതാക ഉയർത്തിയത് ഒരു വനിതയായിരുന്നു. 1907 ജർമ്മനിയിലെ സ്റ്റുട്ട്ഗട്ടിൽ പതാക ഉയർത്തിയ ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്ന ഈ വനിത ആരായിരുന്നു? മാഡം ഭിക്കാജി കാമ. ആരാണ്? മാഡം ഭിക്കാജി കാമ. അപ്പം ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? അത് മാഡം ഭിക്കാജി കാമയാണ്. മാഡം ഭിക്കാജി കാമ. ഓക്കെ, യെസ്. അപ്പം വിദേശ രാജ്യത്ത് ആദ്യമായി ഇന്ത്യൻ പതാക ഉയർത്തിയത് ആരായിരുന്നു? ഒരു വനിതയായിരുന്നു. ആ വനിതയാണ് മാഡം ഭിക്കാജി കാമ. എവിടെയാണ് ഉയർത്തിയത്? 1907 ജർമ്മനിയിലെ സ്റ്റുട്ട്ഗട്ടിൽ പതാക ഉയർത്തിയ ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്ന വനിത മാഡം ഭിക്കാജി കാമ. ഓക്കെ, എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തിനും ധൂർത്തിനുമെതിരെ സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം മുന്നോട്ട് വെച്ചതാരായിരുന്നു? അത് ദാദാഭായ് നവറോജി. ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തിനും ധൂർത്തിനുമെതിരെ സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ചാരായിരുന്നു? ദാദാഭായ് നവറോജി അല്ലേ? എങ്കിൽ കപ്പലോട്ടിയ തമിഴ് എന്നറിയപ്പെടുന്ന ആരാണ്? അത് VO ചിദംബരം പിള്ള. സ്വദേശി കപ്പൽ പ്രസ്ഥാനത്തിന് തുടക്കമിട്ട കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്ന VO ചിദംബരം പിള്ളയാണ്. ഇനി ഏത് സംഘടനയുടെ സ്ഥാപനവുമായാണ് സേഫ്റ്റി വാൾവ് തിയറി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏത് സംഘടനയുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടിട്ടാണ് സേഫ്റ്റി വാൾവ് തിയറി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇനി ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ യുവജന ദിനമായിട്ട് ആചരിക്കുന്നത്? സ്വാമി വിവേകാനന്ദൻ. ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് ചോദിച്ചാൽ പറയണം സ്വാമി വിവേകാനന്ദനാണ്. അപ്പം സേഫ്റ്റി വാൾവ് തിയറി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കപ്പലോട്ടിയ തമിഴ് എന്നറിയപ്പെടുന്ന VO ചിദംബരം പിള്ള. സാമ്പത്തിക ചോർച്ച സിദ്ധാന്തം ഉയർത്തിയതാരാണ്? ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന നവറോജിയാണല്ലേ? നവറോജി, ദാദാഭായ് നവറോജി. ഇനി ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത്? സ്വാമി വിവേകാനന്ദൻ. ഇനി ഏത് നിയമത്തിലെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്? റൗലറ്റ് നിയമം. ഏത് നിയമത്തിലെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്? റൗലറ്റ് നിയമം അല്ലേ? റൗലറ്റ് നിയമം. 1936 കോൺഗ്രസിന്റെ സമ്മേളനം ആദ്യമായി ഒരു ഗ്രാമത്തിൽ നടന്നത്. എവിടെയായിരുന്നു നടന്നത്? അത് ഫേസ്പൂർ. എവിടെയായിരുന്നു ആ വേദി? ഫേസ്പൂർ. 1936 കോൺഗ്രസിൻ്റെ സമ്മേളനം ആദ്യമായി ഒരു ഗ്രാമത്തിൽ നടന്നത്. അതെവിടെയാണ്?
ഫേസ്പൂർ. ഇനി 1906 കൊൽക്കത്തയിൽ നടന്ന സമ്മേളനത്തിലാണ് സ്വരാജ് എന്ന പദം കോൺഗ്രസ് സമ്മേളനത്തിൽ ആദ്യമായി പ്രയോഗിക്കപ്പെട്ടത്. ആരായിരുന്നു സമ്മേളനത്തിന്റെ അധ്യക്ഷൻ? ദാദാഭായ് നവറോജി. 1906 കൊൽക്കത്തയിൽ നടന്ന സമ്മേളനത്തിൽ സ്വരാജ് എന്ന പദം കോൺഗ്രസ് സമ്മേളനത്തിൽ ആദ്യമായി പ്രയോഗിക്കപ്പെട്ടു. ആരായിരുന്നു 1906 കൊൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ? ദാദാഭായ് നവറോജി. ഇനി ദക്ഷിണാഫ്രിക്കൻ വാസം മതിയാക്കി മഹാത്മാഗാന്ധി ഇന്ത്യയിൽ തിരിച്ചെത്തിയതെന്നാണ്? അത് 1915 ജനുവരി 9. എന്താണ്? ജനുവരി 9 പ്രവാസി ദിനമായി ആചരിക്കുന്നത് അല്ലേ. അപ്പം ദക്ഷിണാഫ്രിക്കൻ വാസം മതിയാക്കി മഹാത്മാഗാന്ധി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് 1915 ജനുവരി 9. ഇനി ഏത് കേസുമായി ബന്ധപ്പെട്ടാണ് അരവിന്ദ ഘോഷിനെ ബ്രിട്ടീഷ് സർക്കാർ വിചാരണ ചെയ്തത്? ആലിപ്പൂർ ബോംബ് കേസ്. ഇതാണ് ആലിപ്പൂർ ബോംബ് കേസ്. ഏത് കേസുമായി ബന്ധപ്പെട്ടാണ് അരവിന്ദ ഘോഷിനെ ബ്രിട്ടീഷ് സർക്കാർ വിചാരണ ചെയ്തത്? ആലിപ്പൂർ ബോംബ് കേസ് അല്ലേ. ഇനി ജവഹർലാൽ നെഹ്റുവും മഹാത്മാഗാന്ധിയും കണ്ടുമുട്ടിയത് എവിടെ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിലാണ്? 1916 ലക്നൗ സമ്മേളനം. ജവഹർലാൽ നെഹ്റുവും നമ്മുടെ മഹാത്മാഗാന്ധിയും കണ്ടുമുട്ടിയ കോൺഗ്രസ് സമ്മേളനം 1916 ലക്നൗ സമ്മേളനമാണല്ലേ. 1916 ലക്നൗ സമ്മേളനത്തിൽ അധ്യക്ഷ ദേശീയ മജുംദാർ ആയിരുന്നു. മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ചത് 1916 ലക്നൗ സമ്മേളനത്തിലാണ്. ഓക്കെ, എങ്കിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ തവണ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനങ്ങൾക്ക് വേദിയായ നഗരം കൊൽക്കത്ത. എന്താണ്? സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ തവണ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനങ്ങൾക്ക് വേദിയായ നഗരം കൊൽക്കത്തയാണല്ലേ. 1924 എവിടെ നടന്ന കോൺഗ്രസ് വാർഷിക സമ്മേളനത്തിനാണ് മഹാത്മാഗാന്ധി ഒരേ ഒരു തവണ അധ്യക്ഷ പദം ഏറ്റെടുത്തത്? ബൽഗാം സമ്മേളനത്തിൽ. അപ്പം നമ്മുടെ മഹാത്മാഗാന്ധി കോൺഗ്രസ് അധ്യക്ഷനായ സമ്മേളനം 1924 ബൽഗാം സമ്മേളനമാണല്ലേ. ബൽഗാം സമ്മേളനം. ഇനി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വേളയിൽ കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന വ്യക്തിയാണ് JB കൃപലാനി. ആരാണ്? JB കൃപലാനി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വേളയിൽ, സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധ്യക്ഷനായത് JB കൃപലാനിയാണെന്നും ഓർത്തു വെക്കുക. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ച വ്യക്തി JB കൃപലാനി. എന്താണ്? സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയാണ് ആര്? JB കൃപലാനി. 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. എങ്കിൽ ജവഹർലാൽ നെഹ്റു അധ്യക്ഷത വഹിച്ച കോൺഗ്രസ് സമ്മേളനം 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനമാണ് അല്ലേ. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന ലക്ഷ്യം അംഗീകരിച്ച വാർഷിക സമ്മേളനം ലാഹോർ സമ്മേളനം 1929. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന ലക്ഷ്യം അംഗീകരിച്ച വാർഷിക സമ്മേളനത്തിന്റെ വേദി 1929 ലാഹോർ സമ്മേളനമാണല്ലേ. ഇനി ഈ ദേശബന്ധു എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് CR ദാസ്. ദേശബന്ധു CR ദാസ്, ദീനബന്ധു CF ആൻഡ്രൂസ്. ദേശബന്ധു CR ദാസും ദീനബന്ധു CF ആൻഡ്രൂസ്. ലോകപ്രിയ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഗോപിനാഥ് ബർദലോയി. ലോകപ്രിയ ഗോപിനാഥ് ബർദലോയി. ലോകഹിതവാദി എന്നറിയപ്പെടുന്നത് ഗോപാൽ ഹരി ദേശ്മുഖ്. ലോകഹിതവാദി എന്നറിയപ്പെടുന്നത് ഗോപാൽ ഹരി ദേശ്മുഖ്. ലോക് നായക് എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണൻ. ദേശ് നായക് എന്നറിയപ്പെടുന്നത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഇതാണ് ലോക് നായക് ജയപ്രകാശ് നാരായണൻ. ദേശ് നായക് എന്നറിയപ്പെടുന്നത് സുഭാഷ് ചന്ദ്രബോസ്. ദേശസ്നേഹികളുടെ രാജകുമാർ എന്നറിയപ്പെടുന്നത് സുഭാഷ് ചന്ദ്രബോസ്. ബാപ്പുജി എന്നറിയപ്പെടുന്നത് മഹാത്മാഗാന്ധി. ദേശസ്നേഹികളുടെ രാജകുമാരൻ സുഭാഷ് ചന്ദ്രബോസ്. ദേശ് നായക് സുഭാഷ് ചന്ദ്രബോസ്. ലോകനായക് ജയപ്രകാശ് നാരായണൻ. ലോകഹിതവാദി ഗോപാൽ ഹരി ദേശ്മുഖ്. ലോകപ്രിയ ഗോപിനാഥ് ബർദലോയി. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തത്. എല്ലാം PSC ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. ഇനിയും നമ്മുടെ ഈ കുടുംബത്തിൽ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാർ, നമ്മുടെ ഈ യാത്രയിൽ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാരെ ജോയിൻ ചെയ്യുക. കൂടുതൽ വീഡിയോസുകൾ ഇനി വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. See you.